അവളെ പോലെ തന്നെ ഞാനും പെട്ടെന്ന് കരയും. അവളെ പറ്റി ഭയങ്കര ഇഷ്ടമാണ് ഞങ്ങൾക്ക്. പക്ഷേ ഇത് കാണുമ്പോൾ 100 ദിവസം കൊണ്ട് ആഹാരമില്ല. അനുമോളുടെ ഫാമിലിയാണല്ലോ അല്ലേ? അപ്പോൾ അച്ഛൻ, അമ്മ, അമ്മാമ്മ. അമ്മാമ്മ അനുമോള് ബിഗ് ബോസിൽ പോയിട്ട് എങ്ങനെയുണ്ട് ഗെയിം? സന്തോഷം ഉണ്ടായിരുന്നു. പക്ഷേ ഇടയ്ക്ക് വെച്ചൊക്കെ അവള് കരയാൻ പോലെ തന്നെ ഞാനും കരഞ്ഞു. വിഷമം എന്നുവെച്ചാൽ അവളെ കൂട്ടുകെട്ട് ശരിയല്ലായിരുന്നു. അവര് നല്ലതായിരുന്നു, പക്ഷെ അങ്ങോട്ടും ഇങ്ങോട്ടും അത് ശരിയല്ല. പിന്നെ എനിക്ക് ഭയങ്കര വിഷമമുണ്ട് ഇവളിങ്ങനെ പോയതുകൊണ്ട് വിഷമം. പക്ഷേ സന്തോഷമായിട്ട് നിന്നപ്പം നമുക്കും ഒരു കുഴപ്പമില്ലായിരുന്നു. ഇപ്പോൾ ഇടയ്ക്ക് വെച്ചൊക്കെ അപ്പോൾ ഭയങ്കര ഒരു പ്രയാസത്തോടെയാണ് ഞങ്ങൾ കഴിഞ്ഞത്. പിന്നെ ഇപ്പോഴും വിഷമമുണ്ട്. പിന്നെ അവൾ 100 ദിവസം നിൽക്കുന്നെന്നുള്ള താല്പര്യം തന്നെ എനിക്ക് ഉള്ളിൽ വിഷമമാണ്. നല്ല സന്തോഷമുണ്ടായിരുന്നു. നിന്നല്ലോ, കപ്പിൻ്റെ കാര്യമൊന്നും എനിക്ക് പറയാൻ പറ്റില്ല. എനിക്ക് നിന്നാലും വളരെ സന്തോഷമുണ്ട്. വളരെ സന്തോഷം. എൻ്റെ കൊച്ചുമോളെ രീതിയിലാണ് പൊടിക്കൊച്ചനെ പോലെയാണ് വളർത്തിയത് കേട്ടോ. വളർന്നത് ഞങ്ങൾ കഷ്ടപ്പെട്ടൊക്കെയാണ് വളർന്നത്. ഈ പറയും പോലെ ഒന്നും അല്ല. വളരെ ദുഃഖിച്ച് തന്നെ വളർന്ന കുട്ടിയാണ്. പക്ഷേ ഞങ്ങൾ അതിനെപ്പറ്റി ഭയങ്കര ദുഃഖമുണ്ട്. അവളെ പോലെ തന്നെ ഞാനും പെട്ടെന്ന് കരയും. അവളെ പറ്റി ഭയങ്കര ഇഷ്ടമാണ് ഞങ്ങൾക്ക്. പക്ഷേ ഇത് കാണുമ്പോൾ 100 ദിവസം കൊണ്ട് ആഹാരമില്ല. ഞങ്ങൾ കുടിക്കുന്ന ആഹാരം കഴിപ്പുമില്ല. എപ്പോഴും കഴിച്ചിട്ട് തന്നെ എനിക്ക് സങ്കടം. എത്രയല്ല സിസ്റ്റർ എന്നുള്ള രീതിയിൽ അനുമോളുടെ ബിഗ് ബോസിൽ പോയിട്ടുള്ള ഗെയിമൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? അടിപൊളി, സൂപ്പറാണ്. അവള് ജെന്യൂനായ ഒരാളാണ്. കാര്യം അവൾക്ക് ഇങ്ങനെ അഭിനയിച്ച് നിൽക്കാനൊന്നും അറിഞ്ഞൂടാ. പെട്ടെന്ന് തന്നെ അവൾ ഇമോഷണലി സ്നേഹം എന്ന് പറഞ്ഞാൽ അത് പ്രകടിപ്പിക്കും, വിഷമം എന്ന് പറഞ്ഞാൽ അത് പെട്ടെന്ന് തന്നെ അവളെ മുഖത്ത് കാണിക്കും. അങ്ങനെ ഒരു ക്യാരക്ടറാണ്. എല്ലാവരുടെയും എല്ലാ ഹൈ ലെവലാണെങ്കിലും അതിൻ്റെ താഴേക്കിടെയുള്ള എല്ലാവരോടും ഒരുപോലെയാണ് അവൾ സ്നേഹം കാണിക്കുന്നത്. അവർക്ക് അങ്ങനെ വേർതിരിവൊന്നുമില്ല. ഭയങ്കര സ്നേഹമാണ്. അനുമോളായിട്ട് തന്നെയാണ് ബിഗ് ബോസിൽ അതെ അതെ, അനുമോളായിട്ട് തന്നെയാണ്. നിങ്ങൾ രണ്ടൊരു ബോണ്ട് ഉണ്ടാവില്ല, കൂട്ടുകാരുടെ സിസ്റ്റർ എന്ന് പറയുമ്പോൾ. ആ ഒരു ബോണ്ട് എങ്ങനെ ഉണ്ടായിരുന്നു? കൂട്ടുകാരെ പോലെയാണ്. ഭയങ്കര സ്നേഹമാണ്. ബ്രദർ അല്ലേ? അപ്പോൾ അനുമോള് ഇപ്പോൾ 100-ാം ദിവസത്തിൽ എത്തി നിൽക്കുമ്പോൾ എന്ത് തോന്നുന്നു? ചേച്ചി 100 ദിവസം എത്തുന്നത് ഒരുപാട് സ്ട്രഗിൾ ചെയ്തതാണ്. ഒരുപാട് സഫർ ചെയ്ത് 100 ദിവസം നിന്ന്. അപ്പോൾ 100 ദിവസം നിൽക്കാൻ പറ്റുമെങ്കിൽ ഞങ്ങൾ വിചാരിക്കുന്നത് കപ്പുമായിട്ട് കാര്യമെന്ന് പ്രതീക്ഷിക്കുന്നു. വലിയ പോസിറ്റീവായിട്ട് മൈൻഡിലിരിക്കുവാണ്. ഹോപ്പ് നന്നായിട്ടുണ്ട്. ലാലേട്ടൻ്റെ ആ ഒരു കൈ പിടിച്ച് പൊക്കുന്നതാണ്. അതിനായിട്ട് വെയിറ്റിംഗ് ആണ്, കട്ട വെയിറ്റിംഗ് ആണ്. അപ്പോൾ സഹോദരൻ എന്ത് തോന്നുന്നു അനുമോള് ബിഗ് ബോസിൽ നല്ല രീതിയിൽ തന്നെ കളിച്ചിട്ടുണ്ട്. അവളുടെ യഥാർത്ഥ സ്വഭാവമാണ് അവിടെയും കാണിച്ചിട്ടുള്ളത്. അവളുടെ വീട്ടിൽ ഇതാണ്. എന്തുണ്ടെങ്കിലും അവൾ കരഞ്ഞ് തന്നെ എല്ലാം ചെയ്യുന്നത്. എന്തുണ്ടെങ്കിലും ഇതാണ്. അല്ലാതെ കൂടെ നിന്നിട്ട് ആരെയും ചതിക്കത്തില്ല. അവൾ അവളുടേതായ രീതിയിൽ തന്നെ അവിടെ നിൽക്കും. അല്ലാതെ ഒരാളുടെ കുറ്റം അവിടെ പോയി പറയുകയോ അവരുടെ കുറ്റം ഇപ്പുറത്തൊന്ന് പറയുകയോ രണ്ടുപേരും തമ്മിലടിപ്പിക്കുകയോ അങ്ങനത്തെ ഒരു സ്വഭാവം അവർക്കില്ല. ഉള്ള കാര്യം ഉള്ളതുപോലെ മുഖത്ത് നോക്കി പറയും. അതാണ് ചേച്ചിയുടെ ഹസ്ബൻഡാണ് അനുമോളുടെ. ഈ PR കൊടുത്തെന്നൊക്കെ പറയുന്ന PR കൊടുത്തെന്ന് പറയുന്നത് ഒരിക്കലും സത്യമല്ല. ആ ഒരു എമൗണ്ട് ഉണ്ടായിരുന്നെങ്കിൽ അവൾക്ക് ഒരിക്കലും ബിഗ് ബോസിൽ പോകേണ്ട ആവശ്യമില്ല. ഒരു ആവശ്യമില്ല. പിന്നെ ഈ PR എന്ന് പറയുന്ന ആൾ, ബിനു എന്ന് പറയുന്ന ആളാണ്. അത് വർഷങ്ങൾ കൊണ്ട് അവരൊരു കമ്പനിയുണ്ട്. അനുവിൻ്റെ പേജ് ഹാൻഡിൽ ചെയ്യാൻ കൊടുത്തു, അത്രേ ഉള്ളൂ. അല്ലാതെ PR എന്ന് പറഞ്ഞിട്ട് അവളെ ഒരു ക്യാഷും കൊടുത്തിട്ടില്ല. ഞാൻ അറിയാതെ അവൾ വേറെ ഒന്നും ചെയ്യത്തുമില്ല. അത് നമുക്ക് പറയാനുള്ള കേസാണ്. ബിനുവായിട്ട് അവർക്ക് വർഷങ്ങൾ കൊണ്ടുള്ള പരിചയമുണ്ട്. ആ ഒരു ബന്ധം മാത്രമേ ഉള്ളൂ. അതിപ്പോഴും അങ്ങനെയാണ്. അനുമോളുടെ ചേട്ടൻ എന്നുള്ള രീതിയിലാണ് ചേട്ടൻ നിൽക്കുന്നത്. അതെ അതെ. അപ്പോൾ എത്ര വർഷങ്ങളായി കണ്ടുവരും അനുമോളെ പറ്റി എന്താണ്? അനുമോൾ ഇപ്പം എങ്ങനെയാണ് ബിഗ് ബോസ് നിൽക്കുന്നത്? അത് ജെന്യൂനായ ഒരാളാണ്. നല്ല മനസ്സിൻ്റെ ഒരു ഉടമയാണ്. എല്ലാവരും സഹായിക്കണമെന്ന് ആഗ്രഹമുള്ള ഒരു കുട്ടിയാണ്. നല്ലൊരു കുട്ടിയാണ്. അനുചേച്ചിനെ പറ്റി എന്താ പറയാനുള്ളത്? 100 ദിവസം അനുചേച്ചിനെ കാണാൻ എന്നിട്ട് മിസ് ചെയ്തോ? മിസ് ചെയ്ത് അഞ്ചേച്ചിക്ക് വരുമ്പോൾ എന്ത് ഗിഫ്റ്റ് ആയിരിക്കും കൊടുക്കാൻ പോണത്? അമ്മ കൊടുക്കും. ബ്രദർ എന്നുള്ള രീതിയിൽ കുട്ടിക്കാലം മുതൽ വലിയച്ഛൻ്റെയും വലിയമ്മയുടെയും ചേച്ചിയുടെ വീട്ടിലാണ് 3-4 വർഷം നിന്ന് വളർന്നത്. ആ ഒരു നിലയ്ക്ക് പറഞ്ഞത് ചേച്ചി കുട്ടിക്കാലം മുതൽ അഭിനയമോഹിയാണ്. കണ്ണാടിയുടെ മുമ്പിൽ നിന്നായാലും ചേച്ചിക്ക് എങ്ങനെയെങ്കിലും റിയാലിറ്റി ഷോയിലോ സിനിമയിലോ സീരിയലിലൊക്കെ ആക്ട് ചെയ്യണമെന്നുള്ള മോഹമാണ് കുട്ടിക്കാലത്തുള്ളത്. എനിക്ക് മനസ്സിലായത് ആ ഒരു ഇത് വെച്ചാൽ ചേച്ചി പെട്ടെന്ന് ഒരു എന്തെങ്കിലും ഒരു ഇമോഷൻ വന്നാൽ പെട്ടെന്ന് നമുക്ക് ടയേർഡാവും. അതാണ് ചേച്ചി ബിഗ് ബോസിൽ മാക്സിമം ആൾക്കാർ ചേച്ചി തന്നെ ടാർഗറ്റ് ചെയ്ത് കരയിച്ചതിൻ്റെ അങ്ങറ്റം ആയി. അത് കൂടുതൽ പറയാൻ
അടുത്താണ്. ഉമ്മ അനുമോളെ കാണാൻ കാത്തിരിക്കുകയാണ്. വന്നു കഴിഞ്ഞ് ഒരുപാട് ഭക്ഷണങ്ങളും അതൊക്കെ ഉണ്ടാക്കി കൊടുക്കാൻ ആഗ്രഹിക്കുന്നു. ഈ നിമിഷത്തിൽ അമ്മക്ക് എന്താ പറയാനുള്ളത്? ലാസ്റ്റ് ഇനിയിപ്പോൾ മണിക്കൂറുകൾ മാത്രമുള്ള ആ കപ്പ് കയ്യിലെത്താൻ. ഞങ്ങൾക്ക് അങ്ങോട്ട് പോകാൻ പറ്റില്ലല്ലോ, അങ്ങോട്ട് വിളിച്ചിട്ടില്ലല്ലോ. ഞങ്ങളിന്ന് വരും, എയർപോർട്ടിൽ പോയി ഞങ്ങൾ കാണാൻ വേണ്ടി. എയർപോർട്ടിൽ പോകുന്നുണ്ട് കാണാൻ. അപ്പോൾ ഇത്രയും അനുമോളുടെ ഫാൻസുകാർ ഒരുപാട് ഫാനായിട്ടുണ്ട് കുറേ. ഞങ്ങളെ വിളിക്കുന്നവരെയും വിളിച്ചോണ്ടിരുന്നല്ല, അവരെല്ലാവരും വിളിച്ചോണ്ടിരിക്കുകയായിരുന്നു. അനുമോൾ കപ്പും കൊണ്ടുവരും എന്നൊക്കെ പറയും. ഞങ്ങൾ പറയും നിങ്ങൾ തമാശ എന്നൊക്കെ പറയില്ലേ. തിരുവനന്തപുരം മുഴുവൻ കാത്തിരിക്കുന്ന ഒരു നിമിഷമാണ്. തിരുവല്ല പുറത്തുനിന്നാണ് ആൾക്കാർ വിളിച്ചോണ്ടിരുന്നത് കൂടുതലും. മലേഷ്യ, ലണ്ടനിൽ, ഒരുപാട് സ്ഥലങ്ങളിൽ, അമേരിക്ക, അങ്ങനെയൊക്കെ അനുമോൾ കപ്പും കൊണ്ടുവരും. നിങ്ങളെ പ്രാർത്ഥന ഒരു വരട്ടെന്ന് പറഞ്ഞു. അച്ഛനിക്ക് എന്താ പറയാനുള്ള? കപ്പ് ആ കിട്ടണ നിമിഷത്തിൽ കണ്ണെന്നറിയോ? നിറയോ? കരയോ? കാരണം ഇത്രയും പൊരുതി ഇവിടെ വരെ എത്തി. ആ ഒരു നിമിഷത്തിന് വേണ്ടി ലാലേട്ടൻ കാത്തിരിക്കണ അച്ഛൻ. അപ്പൊ എന്തായാലും കപ്പടിക്കട്ടെ. അപ്പൊ നിങ്ങളുടെ ഭാഗത്തുനിന്ന് ഒരു ഓൾ ദി ബെസ്റ്റ്.